ചർച്ചയ്ക്കായി പ്രൊഫസർ റോണി കെ ബേബി, കോൺഗ്രസ് നേതാവ്, ഒപ്പം BJPയുടെ അഖിൽ രവീന്ദ്രൻ എന്നിവർ ഒപ്പം ചേരുന്നു. ആദ്യം പ്രൊഫസർ റോണി കെ ബേബിയിലേക്ക്. ശ്രീ റോണി കെ ബേബി, വിജയം നേടി 9 വർഷങ്ങൾക്ക് ശേഷം നിലമ്പൂർ പിടിച്ചെടുക്കുന്നു. ഇതൊരു സൂചനയെന്ന ആത്മവിശ്വാസമാണ്. കാരണം നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇവിടെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉള്ള ഒരു ദിശാസൂചികയായിരിക്കും, ഒരു സെമി ഫൈനൽ ആയിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തെരഞ്ഞെടുപ്പില് UDF മുന്നോട്ട് വെച്ച ഏക വിഷയം, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുഴുവൻ ഞങ്ങൾ കേന്ദ്രീകരിച്ചത് കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ ഒരു ജനവിധി ഉണ്ടാകണം. ആ ഒരു ജനവിധിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി ഇന്ന് നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്നത്. ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം CPM-ന് ഒരു ന്യായവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കാനില്ല. കാരണം അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും പതിറ്റാണ്ടുകളായി CPM ലീഡ് ചെയ്തിരുന്ന LDF മുന്നോട്ട് വന്നിരുന്ന ബൂത്തുകളിൽ പോലും ഇന്ന് അവർക്ക് നിങ്ങൾ ജയിച്ചതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. പിണറായി ഇനിയും മിണ്ടാട്ടം അവസാനിപ്പിച്ചിട്ടില്ല. ഇതുവരെ ഒരു പ്രതികരണവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പക്ഷെ MV ഗോവിന്ദൻ പറഞ്ഞു വർഗീയ ശക്തികളുടെ വോട്ട് പിടിച്ചാണ് നിങ്ങൾ ജയിച്ചതെന്ന്. നഗ്നമായി നിലമ്പൂരിലെ പ്രബുദ്ധരായ ജനങ്ങള് നൽകിയ ജനാധിപത്യ വിധിയെ, ജനവിധിയെ, അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ ഇത്ര പരസ്യമായി പുച്ഛിക്കരുത് എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. അവർ പരാജയപ്പെടുന്ന തെരഞ്ഞെടുപ്പിലെല്ലാം എന്താണ് ജനവിധിയുടെ സാരാംശം, എന്താണ് ജനവിധിയുടെ അർത്ഥം എന്ന് ഉൾക്കൊള്ളുവാൻ കഴിയാതെ, അവരുടെ പരാജയം അംഗീകരിക്കാൻ കഴിയാതെ, ഇത് വളരെ വ്യക്തമല്ലേ? എന്തായിരുന്നു ആണ് പിണറായി വിജയൻ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? 2000 കോടി രൂപയാണ് അത്ര നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ചെലവഴിച്ചത്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ, 6500 ആളുകൾക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നൽകി. മുഴുവൻ സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡായിരുന്നു അവിടെ മുഴുവൻ അടിച്ച് ഇറക്കി വിട്ടിരുന്നത്. എന്നിട്ട് ഇപ്പോൾ ജനം ആ വ്യാജ അവകാശവാദങ്ങളെയൊക്കെ പുച്ഛിച്ച് തള്ളി ചവറ്റുകൊട്ടലിട്ടപ്പോൾ ഇപ്പോൾ ആരും വിശ്വസിക്കാത്ത ചില നരേറ്റീവുകളുമായിട്ട്, ചില വാദങ്ങളുമായിട്ട് CPM വന്നിരിക്കുക. ഇതുകൊണ്ടാണ് ഈ CPM കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇത്രയും അപഹാസ്യമായി പോകുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കണം. അത് ആര് ജയിച്ചു എന്നുള്ളതല്ല, ഏത് മുന്നണി ജയിച്ചു എന്നുള്ളതല്ല, ഏത് പാർട്ടി ജയിച്ചു എന്നുള്ളതല്ല, ആ ജനവിധിയുടെ ആ സാരാംശത്തെ. കാരണം നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ ഈ നിലമ്പൂരിന് മുമ്പ് നടന്ന 4 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ, അത് തൃക്കാക്കര ആയിക്കോട്ടെ, പാലക്കാട് ആയിക്കോട്ടെ, പുതുപ്പള്ളി ആയിക്കോട്ടെ, ചേലക്കര ആയിക്കോട്ടെ, ആ തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്ക് കാണാൻ പറ്റും നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ 3-4% വോട്ട് ശതമാനം കുറവാണ്, പോളിംഗ് ശതമാനം കുറവാണ്. പാലക്കാട് പോലും 75% മുകളിൽ ഉണ്ടായിരുന്നത് 70%ലേക്ക് താന്നു. പക്ഷെ നിലമ്പൂർ നമ്മൾ കണ്ടു, ഈ പറയുന്ന പോസ്റ്റൽ വോട്ടോട് കൂടി കഴിഞ്ഞാൽ 2021 വെറും 0.5% മാത്രമേ വോട്ട് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുള്ളൂ. ഇത്രയും പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടായിട്ടും, മൺസൂൺ ഉണ്ടായിട്ടും, ഇനിയും വെറും ഒരു 8-9 മാസം മാത്രമേ പുതിയ MLA-ക്ക് കാലാവധി ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് അക്രോസ് ദ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി, ആ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ എല്ലാ ഭാഗങ്ങളിലും, അത് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, സ്ത്രീയില്ല, പുരുഷനില്ല, ഒരു വ്യത്യാസമില്ലാതെ ജനം ഒഴുകുകയായിരുന്നു ഈ പറയുന്ന പോളിംഗ് ബൂത്തിലേക്ക്. അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള സന്ദേശമാണ്. ആ സന്ദേശം എന്ന് പറയുന്നത് പിണറായി വിജയൻ സർക്കാരിനെ കൊണ്ട് ഞങ്ങൾ സഹികെട്ട് കഴിഞ്ഞു, അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ എന്നും ഈ അഴിമതി ആരോപണങ്ങൾ മാത്രം നേരിട്ടുകൊണ്ടിരിക്കുന്ന, ധൂർത്തിന്റെയും അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും എല്ലാം പര്യായമായി മാറിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ടു ഈ പറയുന്ന കവളപ്പാറ, അതൊക്കെ അവിടുത്തെ വലിയ ചർച്ചാ വിഷയമാണ്. നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് കവളപ്പാറ. ഇവിടെ വലിയ പ്രകൃതി ദുരന്തമുണ്ടായി, വലിയ ഉരുൾപൊട്ടലുണ്ടായി. ആ പാവങ്ങളെ ഇതുവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ആ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ആ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഈ നിലമ്പൂരിനോട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ കഴിഞ്ഞ വർഷം വയനാട്ടില് ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല പോലുള്ള പ്രദേശങ്ങൾ. അവിടെ നിന്നാണ് ശവശരീരങ്ങൾ ഈ നിലമ്പൂര് ഉൾപ്പെട്ട ചാലിയാർ പൊടിയിലൂടെയാണ് ഒഴുകി വന്നത്. ആ ജനങ്ങൾ നേരിട്ട് കാണുന്നുണ്ട് ആ വയനാട്ടിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകള്, വിഷമങ്ങള്. അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഒരു ചില്ലിക്കാശ് പോലും ചെലവഴിക്കാതെ 762 കോടി രൂപ നിൽക്കുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ ഉൾപ്പെടെ നൽകിയ ആ സംഭാവന ഉൾപ്പെടുന്ന ആ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 1 രൂപ പോലും ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കാടിറങ്ങി വരുന്ന വന്യമൃഗങ്ങൾ നിലമ്പൂരിന്റെ വലിയ പ്രശ്നമാണ്. നിലമ്പൂരിന്റെ ഒരു വലിയ പ്രദേശം എന്ന് പറയുന്നത് വനത്തോട് ചേർന്ന് കിടക്കുന്ന
ഈ പറയുന്ന പ്രദേശങ്ങളാണ് അവിടെ അധിവസിക്കുന്നത് എന്ന് പറയുന്നത് തീർത്തും സാധാരണക്കാരായ ആളുകൾ, പാവപ്പെട്ടവരായ ആളുകൾ, അവരുടെ ജീവന് വലിയ ഭീഷണിയായി നിൽക്കുന്ന ഈ വന്യമൃഗശല്യം. അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഈ സർക്കാർ തീർത്തും പരാജയമാണ്, പൂർണ്ണമായും പരാജയമാണ്, സമ്പൂർണമായും പരാജയമാണ് ഇന്ന് ഉറച്ച ബോധ്യത്തിലാണ് ഇടതുപക്ഷത്തിന് ഉൾപ്പെടെയുള്ള ആളുകൾ, CPM ഉൾപ്പെടെയുള്ള ആളുകൾ. അതുകൊണ്ടാണല്ലോ CPM പതിറ്റാണ്ടുകളായി ലീഡ് ചെയ്തിരുന്ന ബൂത്തുകളിൽ പോലും എന്തിനേറെ അവരുടെ സ്ഥാനാർത്ഥി ഏറെ കൊത്തിഘോഷിച്ച് വലിയ ആദർശ പുരുഷൻ എന്ന നിലയിൽ, വലിയ ഇമേജ് ഉള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവർ കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയുടെ സ്വന്തം ബൂത്തിൽ പോലും ദയനീയമായി പുറകിൽ പോകുന്ന ഒരു സാഹചര്യം കണ്ടു. അപ്പോൾ ഈ ചുവരെഴുത്ത് എന്താന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഈ സർക്കാരിനെതിരെ വലിയ ജനവികാരമാണ്, വലിയ ഒരു ജനവിധിയാണ് ഉണ്ടായിരിക്കുന്നത്. ആ ജനവിധിയുടെ ആ അർത്ഥം ഉൾക്കൊള്ളുവാൻ തയ്യാറാകുന്നതിന് പകരം ഇതുപോലെയുള്ള വ്യാജ ആരോപണങ്ങള്, വിട്ടുകഥകള്, കള്ളക്കഥകള്, നുണക്കഥകള് അതൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ CPM-ന്റെ തനി സ്വഭാവം വീണ്ടും തുറന്നു കാട്ടുന്ന ഒരു സമീപനമാണ് പാർട്ടി സെക്രട്ടറി സ്വീകരിക്കുന്നത് എങ്കിൽ ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള ഒരു ജനവിധിയായിരിക്കും, ജനവികാരമായിരിക്കും വരും തെരഞ്ഞെടുപ്പുകളിൽ വരാൻ പോകുന്നത്. അങ്ങനെയൊക്കെ വരാം. ബി ജെ പി നേതാവ് അഖിൽ രവീന്ദ്രൻ ഒപ്പം ചേരുന്നുണ്ട്. അഖിൽ, തോൽവിയാണ്, പക്ഷേ വോട്ട് കൂടിയിട്ടുണ്ട്. അത് നൽകുന്ന ആത്മവിശ്വാസം എന്താണ്? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങൾക്ക് പരാജയമാണ്. പക്ഷേ ആ പരാജയത്തിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നിലമ്പൂർ തേക്ക് പോലെ തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ്. ഇടതുപക്ഷത്തും വലതുപക്ഷത്തും CPM-നും കോൺഗ്രസിനും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കിട്ടിയ വോട്ടിനേക്കാൾ കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ റോണി, ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് സൂചിപ്പിച്ച പോലെ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. കേരളത്തിലെ പൊതു സാഹചര്യം എടുത്തു നോക്കിയാൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് സംവദിച്ചാൽ നമുക്ക് മനസ്സിലാവും എല്ലാ മേഖലയിലും അവർ പ്രതീക്ഷ നഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത്. യുവാക്കൾക്കാണേലും യുവതികൾക്കാണേലും വളർന്നു വരുന്ന തലമുറകൾക്ക് ഇന്ന് കേരളം ഒരു പ്രതീക്ഷയുള്ള സംസ്ഥാനമല്ല. പക്ഷേ വിഭവശേഷിയുടെ കാര്യത്തിലും എല്ലാ സാഹചര്യങ്ങളുടെ കാര്യത്തിലും കേരളം മുൻപന്തിയിലായിരുന്ന കാലഘട്ടമുണ്ട്. പക്ഷെ അവിടെ നിന്നെല്ലാം കേരളത്തെ പിന്നോട്ടടിച്ച് കേരളം ഇന്ന് ഏറ്റവും തലകുനിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ പോവുകയാണ്. അത് LDF സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവികാരം തന്നെയുണ്ട്. നമുക്ക് ഇവിടെ ഒരു സംരംഭം കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു വിഭാവനത്തോടുകൂടി, കാഴ്ചപ്പാടോടുകൂടി ഈ കേരളത്തിൽ അവതരിപ്പിച്ച് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഈ 4 വർഷത്തെ സർക്കാരിന്റെ സാഹചര്യത്തിൽ സാധിച്ചിട്ടില്ല. 9 വർഷമാകുന്നു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പോലും ഒരു തരത്തിലും സർക്കാരിന് മുന്നോട്ട് പ്രതീക്ഷ കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പോ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. പക്ഷെ ആ ഭരണവിരുദ്ധ വികാരത്തിന് കൃത്യമായി ജനങ്ങളിൽ ധരിപ്പിച്ചുകൊണ്ട് ആ ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ട് മുഴുവൻ സമാഹരിക്കാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷമായി കോൺഗ്രസ് വളർന്നിട്ടില്ല. കോൺഗ്രസ് എന്ന് പറയുന്നത് പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുട്ടിലെഴയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് പോയിരിക്കുന്നു. കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഭരണത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ചെയ്യുന്ന തെറ്റുകളെ മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ട് പ്രതിപക്ഷം മാറുന്നു. എന്ത് സമരങ്ങളാണ് കഴിഞ്ഞ ഈ 9 വർഷക്കാലമായിട്ട് കോൺഗ്രസ് സർക്കാര്, കോൺഗ്രസിന്റെ പ്രതിപക്ഷം ഈ LDF സർക്കാരിനെതിരെ ചെയ്തിട്ടുള്ളത്? ഇപ്പൊ നമുക്കറിയാം, അവസാന കാലഘട്ടത്തിൽ ആശാ വർക്കർമാർ നടത്തിയ സമരം, ആ സമരത്തിൽ പോയി പ്രസംഗിക്കുകയല്ലാതെ ആത്മാർത്ഥമായി ആ ആശാ വർക്കർമാർക്കൊപ്പം നിൽക്കുവാൻ അവർ തയ്യാറായിട്ടുണ്ടോ? PSC റാങ്ക് ഹോൾഡേഴ്സ് നിരവധി ആളുകൾ ഇന്നും തൊഴിലില്ലാതെ നടക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അനുവെന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ പേപ്പറിൽ എഴുതി വെച്ചു, തൊഴിലില്ലാത്തതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ നിരവധി ആളുകൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ്. പല യുവാക്കളും ജോലിയില്ലാതെ നിൽക്കുകയാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ പ്രതീക്ഷയില്ല. പക്ഷെ ആ പ്രതീക്ഷയില്ലാത്ത സർക്കാരിനെ തിരുത്തുവാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷമല്ല ഇന്ന് കോൺഗ്രസ്. VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് പിണറായി വിജയനെ സഹായിക്കുന്ന അല്ലെങ്കിൽ ആ സർക്കാർ ചെയ്യുന്ന തെറ്റുകളെ സഹായിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾ നടത്തിയിരിക്കുന്ന പ്രചരണങ്ങൾ, ഞങ്ങൾ നടത്തിയിരിക്കുന്ന ജനങ്ങളോട് സംവദിച്ചിരിക്കുന്ന വിഷയങ്ങൾ അത് വികസനത്തിൻ്റെതാണ്. കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തണം. ഇവിടുത്തെ യുവതികൾക്കും യുവാക്കൾക്കും അവർക്ക് പ്രതീക്ഷയുള്ള ഒരു സർക്കാർ ഈ കേരളത്തിൽ ഉണ്ടാവണം. കേരളത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമുണ്ട്. കേന്ദ്രത്തില് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട്
ചെയ്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ അത് താഴെത്തട്ടിൽ ലഭിച്ചിട്ടുണ്ട്. ആ ഗുണഭോക്താക്കൾ പറയുന്നത് മോദി സർക്കാരിന് ഞങ്ങൾ നന്ദി പറയുന്നു എന്നാണ്. ആ നന്ദി പറയുന്ന ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ 53 വോട്ട് വർദ്ധിച്ചെങ്കിൽ ആ ഓരോ വോട്ടിനും അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ കാണുന്നത്. ആ ഓരോ വോട്ട് ചെയ്ത ദേശീയതയുടെ ഗന്ധമുള്ള, ദേശീയതയുടെ ബോധമുള്ള ആ ഓരോ വോട്ടിനെയും ഞങ്ങൾ ഹൃദയത്തോട് ചേർക്കുകയാണ്. അവിടെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തവരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവരുമായിട്ടുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെ ഞങ്ങൾ വിലമതിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, നിലമ്പൂര് ഒരു മാറ്റത്തിന്റെ തുടക്കമാണ്. നിലമ്പൂര് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ ഈ മണ്ണിലുണ്ട് എന്ന് അവർ കാണിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഇത് തന്നെ ചൂടുറപ്പിച്ചു ഞങ്ങളെ കൊണ്ട് അൻവർ UDFനോട് അടുത്തു നിന്ന് അൻവർ പിന്മാറിയത്. അതേ അൻവർ തന്നെ ഇപ്പോൾ 20,000-നരികെ വോട്ട് പിടിച്ച് വലിയ വെല്ലുവിളി ഉയർത്തുന്നു UDFനും LDFനും. ഇപ്പോൾ VD സതീശൻ തന്നെ പറയുന്നു, ഞാൻ ഒറ്റയ്ക്കെടുക്കേണ്ട തീരുമാനമല്ല, ഒരുമിച്ചെടുക്കേണ്ട തീരുമാനമാണെന്ന്. അതായത് അൻവറിൻ്റെ കാര്യത്തിൽ സതീശൻ അയയുന്നോ? അൻവർ UDFിലേക്കോ? അൻവറിന്റെ വിഷയത്തില് ഏതൊരു രാഷ്ട്രീയ പാർട്ടി, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, അവരെടുക്കുന്ന ഒരു നിലപാട് തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളൂ. കാരണം ഒരു പാർട്ടി, ഒരു മുന്നണി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ആ സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള ആരോപണങ്ങളുമായി വരുന്ന ഒരു നേതാവ്, അത് മുന്നണിക്ക് പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെ മുന്നണി അവരോട് സഹകരിപ്പിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് തന്നെയാണ് അവിടെ UDF ചെയ്തത്. ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ നിലപാട്, ഞങ്ങളുടെ വില പേശാൻ ആരും വരണ്ട. കാരണം UDFന് അതിൻ്റെതായിട്ടുള്ള ശക്തിയുണ്ട്, അതിന്റെ സംഘടനാ സംവിധാനമുണ്ട്. അപ്പോൾ UDFന്റെ ഒരു നേതാവ് അങ്ങനെ വിലപേശി പേടിപ്പിക്കേണ്ട എന്ന കൃത്യമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അത് ജയിച്ചാലും ശരി, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും ശരി, ഞങ്ങൾ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും. ആ ഒരു നിലപാടാണ് ബഹുമാനപ്പെട്ട VD സതീശൻ ഇവിടെ സ്വീകരിച്ചത്. അത് VD സതീശന്റെ ഒറ്റയ്ക്കുള്ളൊരു നിലപാട് വരയത്തില്ല. അത് UDF യോഗം ചേർന്ന് UDFിലെ എല്ലാ പ്രധാനപ്പെട്ട കക്ഷികളുമായി ആശയവിനിമയം നടത്തി UDFന്റെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഈ അഭിപ്രായം അറിയിക്കുവാൻ വേണ്ടി ചുമതലപ്പെടുത്തി. ആ അഭിപ്രായമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. പക്ഷെ ഈ ഇന്ന് PV അൻവർ നേടിയിരിക്കുന്ന വോട്ടുകൾ ഞങ്ങള് അത് പ്രതീക്ഷിച്ച വോട്ടുകൾ തന്നെയാണ്. ഞാൻ ഞാൻ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയ ഒരാളാണ്, കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. അദ്ദേഹം അവിടെ വലിയ ഹൈ വോൾട്ടേജ് ക്യാമ്പയിനാണ് നടത്തിയത്. സ്വാഭാവികമായിട്ടും ഒരു 9 വർഷം MLA ആയിരുന്ന ഒരു വ്യക്തി, അയാൾക്ക് കുറെ വ്യക്തി ബന്ധങ്ങളുണ്ടാവും, അയാൾക്ക് സ്വാധീന മേഖലകളുണ്ടാവും. സ്വാഭാവികമായിട്ടും അതിന് അനുസൃതമായ രീതിയിൽ അദ്ദേഹം വോട്ട് നേടിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ അദ്ദേഹം ആ വോട്ട് നേടിയതുകൊണ്ട് മാത്രമാണ് UDF ഇത്രയും വലിയ ഒരു വിജയത്തിൽ ജയിച്ചത് എന്നൊക്കെയാണ് ഇപ്പോൾ CPMന്റെ നേതാക്കൾ പറയുന്നത്. CPM ഇപ്പോൾ ഒരു പുതിയ കഥയുമായി വന്നിരിക്കുകയാണ്. CPMന്റെ വോട്ട് LDFന്റെ വോട്ട് പ്ലസ് അൻവറിന്റെ വോട്ടോട് കൂട്ടിക്കഴിഞ്ഞാൽ അത് UDFന് മുകളിലുള്ള വോട്ടാണ്. ഇപ്പോൾ UDF അവിടെ സാങ്കേതികമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ CPM പറയുന്നത്. ഇപ്പോൾ അവർക്ക് ഒരു വല്ലാത്ത സ്നേഹമാണ് അത്ര PV അൻവറോട്. പക്ഷെ അവിടെ PV അൻവറിനെ ഞങ്ങളൊരു ഫാക്ടറായിട്ട് ഞങ്ങളുടെ ജയപരാജ്യങ്ങളിൽ ഞങ്ങൾ പരിഗണിക്കുന്നില്ല. വളരെ കഠിനാധ്വാനം ചെയ്ത് രാപ്പകൽ അധ്വാനിച്ച് തന്നെ 66,660 വോട്ടുകൾ മനുഷ്യരുടെ വോട്ടുകളാണ് എന്നാണ് ഇപ്പോൾ ന്യായീകരണം. ഏതൊക്കെയാണ് CPMന് തരാതരത്തിൽ അതാണല്ലോ അവരുടെ ഏറ്റവും വലിയ ശക്തിയും തന്ത്രവും എന്ന് പറയുന്നത്. ഏത് വിഷയമുണ്ടെങ്കിലും അതിനെ അവർക്ക് വേണ്ടുന്ന രീതിയിൽ ന്യായീകരിച്ചുകൊണ്ട് ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേപ്പട്ടിയാക്കുവാനും ഇത്രയും പിന്നെ കഴിവുള്ള, ഇത്രയും പ്രാഗൽഭ്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എനിക്ക് തോന്നുന്നത് കേരളത്തിലെ അല്ല ഇന്ത്യയിൽ തന്നെ ഇല്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെ വീണാലും നാലുകാലിൽ വീഴുന്ന രീതിയിൽ ഞാനിതിനകത്ത് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. കാരണം ഈ യഥാർത്ഥ ജനവിധിയുടെ ആ ചുവരെഴുത്തുകള് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ, അവർക്കത് വായിച്ചെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ഇപ്പോഴും ഇതുപോലെയുള്ള കള്ളക്കഥകളും നുണപ്രചരണങ്ങളും നടത്തി അവരുടെ കുറെ അടിമക്കൂട്ടങ്ങളെ മാത്രം അങ്ങ് വിശ്വസിപ്പിച്ചേക്കാം എന്ന് CPM കരുതുന്നുണ്ടെങ്കിൽ അവര് ബംഗാളിൽ എന്താണ് CPMന് സംഭവിച്ചത് എന്ന ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്ന ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. 33 വർഷം CPM ഭരിച്ച ബംഗാൾ ഇതുപോലെയുള്ള കടുത്ത ജനവിധികൾ ഉണ്ടായപ്പോൾ, കടുത്ത ജനകീയമായ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ
അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഇതുപോലെയുള്ള വരട്ട് വാദങ്ങളും ഇതുപോലെയുള്ള വരട്ട് ന്യായവാദങ്ങളും ഒക്കെയായി മുന്നോട്ട് പോയ CPM ഇന്ന് ബംഗാളിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒന്ന് CPM തിരിച്ചറിയുക. എന്താണ് ശ്രീ അഖിൽ രവീന്ദ്രൻ, ഒരു വശത്ത് PDPയുടെ വോട്ട്, അതാണിപ്പോൾ മനുഷ്യനാകണം എന്ന ആശയത്തിൽ ഉറച്ച് മനുഷ്യരുടെ വോട്ടാണ് 66,660 എന്ന് CPM-ഉം ഇടത് അനുഭാവികളുമൊക്കെ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത്. അത് മനുഷ്യരുടെ വോട്ടാണ് എന്ന്. പക്ഷേ PDPയെ പണ്ട് ചേർത്ത് പിടിച്ചത് പോട്ടെ, ഇപ്പോൾ അവരെ കൂടെ നിർത്തി മറുവശത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുകെട്ട്. ഈ വിജയത്തിൻ്റെ മാറ്റ് വല്ലാതെ കുറയ്ക്കുന്നത് വർഗീയ വോട്ടുകളാണോ? തീർച്ചയായിട്ടും ഞാനത് നേരത്തെ ഈ ചർച്ചയിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചതാണ്. നിലമ്പൂരെ ഈ തെരഞ്ഞെടുപ്പിനെ സൂചിപ്പിക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ജയിച്ചു, PDP തോറ്റു എന്ന് തന്നെയാണ്. ഇവിടെ രണ്ട് മുന്നണികളും, കോൺഗ്രസിന്റെ മുന്നണിയും LDF CPM-ന്റെ മുന്നണിയും, ഇവരാരെയൊക്കെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുള്ളത്? അവരുടെ നിലപാട് എന്തായിരുന്നു? ഇവർക്ക് ഈ രണ്ട് വർഗീയ ശക്തികളോടും അല്ലെങ്കിൽ ഈ തീവ്രവാദ സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും ഇവരുടെ നിലപാട് എന്താണ്? അത് വ്യക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ നിലമ്പൂരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്കത് ചർച്ച ചെയ്യിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ വിജയം. വരുന്ന തലമുറയ്ക്ക് മനസ്സിലാവണം, കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യണം. കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ള ഈ വിജയം അത് ജനാധിപത്യത്തിലേക്കുന്ന ഒരു കളങ്കമാണ്. അതോടൊപ്പം തന്നെ ഭരിക്കുന്ന മുന്നണിക്ക് എങ്ങനെയും ഭരണം നിലനിർത്തുക, അല്ലെങ്കിൽ അവിടെ ഒരു MLA സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എന്ത് നെറുകെട്ട നടപടികളും എടുക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് PDP-യായിട്ട് ചേർന്നിട്ടുള്ളത്. നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും ഇപ്പോ CPM-ന്റെ സഖാക്കന്മാര്, സംസ്ഥാന സെക്രട്ടറിമാര്, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ സാധാരണഗതിയിൽ പറയുന്നതാണ് വോട്ട് കച്ചവടം, വോട്ട് കച്ചവടം. ഈ നിലമ്പൂരിൽ ആരാണ് വോട്ട് കച്ചവടം നടത്തിയിട്ടുള്ളത്? എങ്ങനെയാണ് CPM പോലെ ഒരു കേഡർ പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന MV ഗോവിന്ദൻ അവകാശപ്പെടുകയാണ് ഞങ്ങൾ കേഡർ പ്രസ്ഥാനമാണ്, ഞങ്ങളുടെ സഖാക്കന്മാർ ഞങ്ങൾ വരച്ച വരയിൽ നിൽക്കും? എങ്ങനെയാണ് 14,000 വോട്ട് CPM-ന് കുറയുന്നത്? ഈ CPM-ന്റെ വോട്ട് ആർക്കാണ് ഇവർ കൊടുത്തിട്ടുള്ളത്? ആർക്കാണ് ഇവർ കച്ചവടം നടത്തിയിരിക്കുന്നത്? അപ്പൊ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യണ്ടേ? ഈ നിലമ്പൂരിലെ M സ്വരാജിനെ പോലെ CPM-ന്റെ ഒരു പ്രമുഖ മുഖമായിട്ടുള്ള, യുവാക്കളുടെ മുഖമായിട്ടുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ കൊട്ടിഘോഷത്തോടു കൂടി അവതരിപ്പിച്ചിട്ടുള്ള M സ്വരാജ് മത്സരിക്കുന്ന സമയത്ത് CPM-ന്റെ മന്ത്രിമാര്, മുഖ്യമന്ത്രി, MLA-മാര്, ഓരോ ബൂത്തിനും ഓരോ MLA-മാര്, ഓരോ പഞ്ചായത്തിനും മന്ത്രിമാര്, അങ്ങനെ പലതരത്തിലുള്ള സംഘടനാ സംവിധാനങ്ങളാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. കോൺഗ്രസും അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് CPM-ന്റെ വോട്ട് എങ്ങനെയാണ് പിടിച്ചു നിർത്താൻ ഇവർക്ക് സാധിക്കാതെ പോയിട്ട്? 14,000-ഓളം വോട്ട് CPM-ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ CPM ഈ നിലമ്പൂരിൽ വോട്ട് കച്ചവടം നടത്തിയിട്ടുണ്ട്. CPM ഇവിടെ M സ്വരാജിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമീപനം നടത്തിയിട്ടുണ്ട്. PDP-യുമായിട്ടുള്ള ഈ രാഷ്ട്രീയ ബന്ധം അത് പൊതുസമൂഹം ചർച്ച ചെയ്യണം. ആ പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ആ PDP-യുമായിട്ടുള്ള ബന്ധങ്ങള് ചിലപ്പോ ചില സഖാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുകയില്ല. അവരും അതിനെ പ്രതികരിച്ചിട്ടുണ്ട്. ഈ വോട്ട് കുറയാൻ അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട്, മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട് UDF നേടിയിട്ടുള്ള, കോൺഗ്രസ് നേടിയിട്ടുള്ള വിജയത്തിന് അതിന്റെ പകിട്ട് കുറഞ്ഞു എന്ന് തന്നെ പൊതുസമൂഹം ചർച്ച ചെയ്യുകയാണ്. PDP-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെയുള്ള തീവ്രവാദി സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഞങ്ങൾ വിചാരിച്ച കാര്യം നടന്നു. ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായി അത് ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചു, ജനങ്ങളോട് തുറന്നു പറയാൻ സാധിച്ചു. BJP-യെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അവിടെ പ്രൊഫസർ റോണി കെ ബേബി, അൻവർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് കേട്ട് കാണുമല്ലോ. അതായത് സതീശന് വഴങ്ങുന്നു. ഇനി എൻ്റെ പോരാട്ടം മരുമോനിസത്തിനെതിരാണ്. പിണറായിസത്തിന് അവസാനം ആണി ഞാൻ അടിക്കും, എന്നിട്ട് മരുമോനിസത്തിനെതിരെ പ്രവർത്തിക്കും. ബേപ്പൂരിൽ മത്സരിക്കാൻ തയ്യാറെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം ഞാൻ വരാൻ തയ്യാർ എന്ന് അൻവർ പ്രഖ്യാപിക്കുന്നു. ഇനി വഴങ്ങേണ്ടത് UDF ആണ്. UDF എന്നല്ല, സതീശനാണ് എന്ന് തന്നെ എടുത്തു പറയണം. VD സതീശൻ പറയണം. പക്ഷെ VD സതീശൻ്റെ ഇന്നത്തെ പ്രതികരണം അൻവറിന് ആശ്വാസം കൊടുക്കുന്നതാണ്. അതായത് ഞാൻ ഒറ്റയ്ക്കെടുക്കേണ്ട തീരുമാനമല്ല, ഞാൻ ഒറ്റയ്ക്കാണ് എടുത്തത് അൻവറിനെ പുറത്തു നിർത്താൻ, മാറ്റി നിർത്താൻ. പക്ഷെ ഇനി വരുന്ന കാര്യത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല തീരുമാനമെടുക്കേണ്ടത് എന്ന് പറയുന്നു. അതായത് വളരെ വൈകാതെ, ഏറ്റവും അടുത്ത ദിവസം തന്നെ ആ പ്രഖ്യാപനം പ്രതീക്ഷിക്കണോ, അതോ ലീഗിലേക്കാകുമോ
അൻവറിന്റെ പോക്ക്? അൻവർ അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഒരു സ്ഥിരത പുലർത്തുന്ന ഒരാളല്ല. കാറ്റ് വീശുന്നതിനനുസരിച്ച് അദ്ദേഹം സമയാസമയങ്ങളിൽ നിലപാടുകൾ മാറ്റും. അതിനനുസരിച്ച് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മുന്നണിക്ക്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, ഇത് UDF ആയിക്കോട്ടെ, ഇന്റർനാഷണൽ കോൺഗ്രസ് ആയിക്കോട്ടെ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാട് ഞങ്ങൾക്ക് സ്വീകരിക്കാനായിട്ടോ അല്ലെങ്കിൽ എടുക്കുവാനായിട്ടോ കഴിയില്ല. അന്ന് PV അൻവർ എടുത്ത ആ ഒരു സ്റ്റാൻഡ് അത് ഞങ്ങളുടെ ഒരുപാട് പ്രവർത്തകർക്ക് വലിയ ഹൃദയവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം UDF ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ, ആര്യാടൻ ഷൗക്കത്ത് എന്ന ഞങ്ങളുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് PV അൻവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ വ്യക്തിപരമായി ഒരുപാട് കടന്നാക്രമിക്കുന്ന രീതിയിൽ. കാരണം ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിൽക്കുമ്പോൾ ഇത്രയും ജനവിരുദ്ധമായിട്ടുള്ള ഒരു സർക്കാരിനെ വലിച്ച് താഴെയിടുവാൻ വേണ്ടി ഞങ്ങളുടെ എല്ലാ രീതിയിലുമുള്ള കഠിനാധ്വാനം നടത്തുമ്പോൾ അതിനെ ദുർബലപ്പെടുത്തുന്ന ഒരു സമീപനം PV അൻവർ അന്ന് സ്വീകരിച്ചതിൽ ഞങ്ങളുടെ പ്രവർത്തകർക്ക് വലിയ വിഷമമുണ്ട്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇത് അദ്ദേഹം തിരുത്തുവാൻ തയ്യാറായെങ്കിൽ അദ്ദേഹവുമായി സഹകരിക്കുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കാം. പക്ഷേ അദ്ദേഹം അത് തിരുത്തുവാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടുതൽ ഞങ്ങളെ അപമാനിക്കുന്ന രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. ഞങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് എന്തിനു വേണ്ടിയാ? ഞങ്ങളെ പരാജയപ്പെടുത്തുക. അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ ലക്ഷ്യം വളരെ കൃത്യമാണ്, ഞങ്ങൾക്കറിയാം. UDFനെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക, LDFനെ ജയിപ്പിക്കുക, എന്നിട്ട് പറയുക, നോക്കുക ഞാൻ കാരണം എന്നെ UDF ഉൾക്കൊള്ളാതിരുന്നത് കൊണ്ട് UDF പരാജയപ്പെട്ടു എന്ന് ഒരു വ്യാഖ്യാനം ഉണ്ടാക്കുക. പക്ഷേ ഞങ്ങൾ PV അൻവർ എന്ന് പറയുന്ന ഒരു ഫാക്ടറെ ഞങ്ങൾ അവിടെ പരിഗണിച്ചേയില്ല. അദ്ദേഹം എത്ര വോട്ട് വേണേലും മേടിച്ചോട്ടെ, പിടിച്ചോട്ടെ, ഇത് ഞങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഞങ്ങൾ അവിടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, വളരെ ശക്തമായിട്ടുള്ള പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ബൂത്ത് തലം തൊട്ട് വളരെ മികച്ച രീതിയിൽ അടുക്കൻ ചിട്ടയോടും കൂടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തി. അതിനുള്ള ജനവിധി, അതിനുള്ള അംഗീകാരം, ഞങ്ങൾ മുന്നോട്ട് വെച്ച പോസിറ്റീവ് രാഷ്ട്രീയം, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഫോക്കസ് ചെയ്ത ഒറ്റ വിഷയമേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിനെ പല രീതിയിൽ വളച്ചൊടിക്കുവാൻ, വഴിതിരിച്ചിടുവാൻ വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമം CPMന്റെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായി. ഞങ്ങൾ ആ കുതന്ത്രങ്ങളിൽ ഒന്നും പോയിപ്പെട്ടില്ല. ഞങ്ങൾ ഫോക്കസ് ചെയ്തത് മുഴുവൻ കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ ഭരണം നടത്തുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ തുറന്നു കാട്ടുക, അഴിമതി തുറന്നു കാട്ടുക.